قل هلم شهداءكم الذين يشهدون قل هلم شهداءكم الذين يشهدون أن الله حرم هذا فإن شهدوا فلا تشهد معهم ولا تتبع أهواء الذين كذبوا بآياتنا والذين لا يؤمنون بالآخرة وهم بربهم يعدلون قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 80-ാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ളത് 150-ാമത്തെ ആയത്താണ്. ആയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഹലുമ്മ ശുഹദാഅകുമുൽ ലദീന യശ്ഹദൂന അന്നല്ലാഹ ഹറമ ഹാദാ ഫഇൻ ശഹിദൂ ഫലാ തശ്ഹദ് മഅഹും ولا تتبع أهواء الذين كذبوا بآياتنا والذين لا يؤمنون بالآخرة وهم بربهم يعدلون. മുശ്രിക്കുകൾക്ക് തോന്നുന്ന പല വിഷയങ്ങളും അവർ ഹറാമാക്കുകയും തള്ളിക്കളയുകയും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ആകാമെന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മതപരമായി എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പഴയകാലത്തെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ കേട്ട് പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, തെളിവുകൾ ഇതിന് നിങ്ങൾക്ക് നിരത്താനുണ്ടോ? എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ്
നേരത്തെ ചോദിച്ചത്. വീണ്ടും അല്ലാഹു അവരോട് ചോദിക്കുകയാണ്, ഉൽ പറയുക, ഹലുമ്മ. ഹലുമ്മ എന്ന വാക്ക് ലമമുൻ, ലുമ്മ, ലാമ് മീമ് മീമ്, കൊണ്ടുവരുവീൻ എന്നാണ് ഇതിന്റെ വാക്കിന്റെ അർത്ഥം. ലുമ്മ എന്ന വാക്കിൽ നിന്നാണ് ഹലുമ്മ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. കൊണ്ടുവരുവീൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ശുഹദാഅക്കും, നിങ്ങളുടെ സാക്ഷികളെ, ഷഹീദുൻ സാക്ഷി, ശുഹദാഅക്കും നിങ്ങളുടെ സാക്ഷികളെ, അല്ലദീന യശ്ഹദൂന സാക്ഷ്യപ്പെടുത്തുന്ന, യശ്ഹദു സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലദീന യശ്ഹദൂന സാക്ഷ്യപ്പെടുത്തുന്നവരായ, നിങ്ങൾക്ക് സാക്ഷി നിൽക്കാനുള്ള, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്ന, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ഏതെങ്കിലും ശുഹദാക്കന്മാർ. ശുഹദാക്കന്മാർ തന്നെ സാധാരണ നമ്മൾ പറയാറുള്ളത് യുദ്ധത്തിൽ, ഇസ്ലാമിക യുദ്ധത്തിൽ ഷഹീദായിട്ടുള്ള ആളുകളെ ശുഹദാക്കന്മാർ, രക്തസാക്ഷികളായവർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അതല്ല, ഒരു കാര്യത്തിൽ, ഒരു സംഗതിക്ക് സാക്ഷി നിൽക്കുക എന്നതാണ് ഇവിടെ ശുഹദാക്കൾ എന്നതിന്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സാക്ഷി നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹലുമ്മ, നിങ്ങൾ കൊണ്ടുവരുവീൻ. എന്താ നിങ്ങൾ അവര് സാക്ഷി നിൽക്കേണ്ടത്? അന്നല്ലാഹ ഹറമ ഹാദാ, അള്ളാഹു ഇതൊക്കെ ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് അവർ പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞതുപോലെ ചില മൃഗങ്ങളുടെ ഗർഭാവസ്ഥയിലുള്ളത്, ചില മൃഗങ്ങൾ പ്രസവിച്ചാൽ അതിലുള്ളത്, ചില പെൺവർഗത്തിലുള്ള ചില മൃഗങ്ങൾ, ആൺവർഗത്തിലുള്ള ചില മൃഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത പേരുകളിലും വ്യത്യസ്തമായ രൂപത്തിൽ നിങ്ങൾ ഇങ്ങനെ ഹറാമാക്കുകയും ഹലാലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷി പറയാൻ ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? പ്രവാചകര് നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മുന്നോട്ട് വന്ന് കള്ളസാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നേക്കാം. ഫൈൻ ഷഹിദു, അവർ സാക്ഷ്യം വഹിച്ചാൽ, ഉദ്ദേശിക്കുന്നത് അവർ കള്ളസാക്ഷ്യം വഹിച്ചാൽ എന്നാണ്. ഫലാ തശ്ഹദ്, നിങ്ങൾ അവരോടൊപ്പം സാക്ഷിയാകരുത് കേട്ടോ. അത്തരത്തിലുള്ള കള്ളസാക്ഷ്യങ്ങൾക്ക് നിങ്ങൾ കൂട്ടുനിൽക്കേണ്ടതില്ല. ഇപ്പൊ അവരോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ ആരെങ്കിലുമൊക്കെ അവർ മുന്നിൽ വെച്ച് കള്ളസാക്ഷ്യത്തിന് വേണ്ടി കൊണ്ടുവന്നേക്കാം. സാക്ഷികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കള്ളസാക്ഷികളെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അങ്ങനെയാകുമ്പോ നിങ്ങൾ അതിന് സാക്ഷി നിൽക്കരുത് കേട്ടോ. അതാണ് ശുഹദാഅക്കും യശ്ഹദൂന ഫൈൻ ഷഹിദു ഫലാ തശ്ഹദ് എന്നിങ്ങനെയുള്ള വാക്കുകൾ 3-4 തവണ ആവർത്തിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 3-4 തവണ ആവർത്തിച്ചതുകൊണ്ട് തന്നെ ആ പദം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വിശദീകരിക്കാം. ഫലാ തശ്ഹദ് മഅഹും, അവരുടെ കൂടെ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി, സാക്ഷിയാകുന്നതിന് വേണ്ടി മുന്നോട്ട് വരരുത്, അല്ലെങ്കിൽ അത് വിശ്വസിക്കരുത് എന്ന്. വലാ തത്തബി അഹ്വാ അല്ലദീന കദ്ദബൂ ബിആയാതിന, അതേപോലെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കദ്ദബു കളവാക്കിയ ആളുകളുടെ അഹ്വാകളെ, അവരുടെ ഇച്ഛകളെ, അവരുടെ ആഗ്രഹങ്ങളെ താങ്കൾ പിന്തുടരുകയും ചെയ്യരുത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയവരും ആയ ആളുകളെ, അതേപോലെ വല്ലദീന ലാ യുമിനൂന ബിൽ ആഖിറത്തി, പരലോകത്തിൽ വിശ്വസിക്കാത്തവരുമായ ആളുകളുടെ തന്നിഷ്ടങ്ങളെ ലാ തത്തബി, താങ്കൾ പിന്തുടരരുത്. വഹും ബി റബ്ബിഹിം യഅദിലൂൻ, അവർ രക്ഷിതാവിന് സമന്മാരെ വെക്കുന്ന ആളുകളാണ്. യഅദിലൂൻ, അദ്ല്,
പകരക്കാരെ വെക്കുന്ന ആളുകളാണ് അവർ, സമന്മാരെ വെക്കുന്ന ആളുകളാണ് ആ കൂട്ടർ. അതുകൊണ്ട് അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരരുത്. ആ ആളുകൾ പരലോകത്തിൽ വിശ്വസിക്കാത്തവരാണ്, അള്ളാഹുവിന്റെ ആയത്തുകളെ തള്ളിക്കളയുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവരുത്. അവർ അള്ളാഹുവിനെ സമന്മാരെ ഉണ്ടാക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർ കള്ളസാക്ഷ്യം വഹിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യത്തിന് ഉത്തരം മുട്ടുമ്പോ അവർ അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായേക്കാം എന്ന് കഴിഞ്ഞ ആയത്തുകളിൽ വിശദീകരിച്ചു വന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ച എന്നുള്ള നിലക്കാണ് ഈ ആയത്ത് അള്ളാഹു പറയുന്നത് എന്ന് മനസ്സിലാക്കുക. കൂടുതലൊന്നും നമുക്കിതിൽ ആലോചിക്കാനില്ല. ഇതിലുള്ള വാക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അലുമ്മ എന്ന വാക്ക് ലുമ്മ കൊണ്ടുവരുവീന്നാണ്. ശുഹദാക്കും ഷഹീദ, ഷഹീദ്, യഷ്ഹദൂന ഷഹീദ. ആ വാക്കിന്റെ അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട് നോക്കിയാൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യഅദിലൂന എന്നത് അദല, അദലുൻ, അതില് സമപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ നിഷിദ്ധമാക്കിയ ഈ വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കിയതല്ല, അള്ളാഹു ആണ് നിഷിദ്ധമാക്കിയത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കോ എന്ന് അവരോട് ചോദിക്കുക. അങ്ങനെ സാക്ഷികളായി നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏതെങ്കിലും വിഡ്ഢികള് അതിന് മുന്നോട്ട് വന്നാൽ തന്നെ പ്രവാചകരെ നിങ്ങള് അതിനെ അംഗീകരിക്കാൻ പോകേണ്ട, അള്ളാഹു കൃത്യമായിട്ട് പറയുന്നു ഈ കാര്യം കളവാണ്, അതിനൊന്നുമില്ല എന്ന് പ്രവാചകരെ അവരെ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മള് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതെന്താ? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട സംഗതിക്ക് പോലും കള്ളസാക്ഷ്യം വഹിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾ ഉണ്ടാകും. പ്രവാചകരെ അത് നിങ്ങൾ ചെയ്യരുത്, അതിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു ഹദീസ് ശ്രദ്ധിച്ചു നോക്കൂ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വൻ പാപങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. നമ്മൾ അറിയാം, വൻ പാപങ്ങളെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിനുപരിയായി വേറെ ചില സംഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ സലാസൻ, 3 വൻ പാപങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ അറിവ് തരാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്ന് ശിർക്ക് തന്നെയാണ്. 7 പാപങ്ങൾ എണ്ണുന്നിടത്തും ഒന്നാമത്തത് ശിർക്ക് തന്നെയാണ്, രണ്ടാമത്തത് സിഹിറാണ് എണ്ണിയത്, മൂന്നാമത്തത് ഖത്ലുൻ നഫ്സ്, മനുഷ്യവധമാണ് എണ്ണിയിരിക്കുന്നത്, നമുക്കറിയാതെ. രണ്ടാമത്തത് ഇവിടെ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക, അതാണ് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക, അവരെ ദ്രോഹിക്കുക. ഇതാണ് രണ്ടാമത്തെ വിഷയമായിട്ട് എണ്ണിയിരിക്കുന്നത്. അങ്ങനെ 2 കാര്യം പറഞ്ഞിട്ട് വകാന മുത്തഖിഅൻ ഫജലസ, റസൂൽ ഒന്ന് ചാരിയിരുന്നു, ഒന്ന് മാറിയിരുന്നു. നേരത്തെ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് ഒന്നുകൂടെ ബാക്കോട്ട് ഒന്നുകൂടെ ചാരി ഇരുന്നിട്ട് വഖാല, മൂന്നാമത്തെ കാര്യം എന്താ നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞിട്ട് ഗൗരവപൂർവ്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖൗലസ്സൂർ അലാ വശഹാദത്തുസ്സൂർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പറയുന്നത് കള്ളസാക്ഷ്യം വഹിക്കുക, അതാകുന്നു അത് മൂന്നാമത്തെ കാര്യം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേറെ ഹദീസിൽ അതിന്റെ മുമ്പ് വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊല ചെയ്യുക, കള്ളസാക്ഷ്യം വഹിക്കുക, അങ്ങനെ 4 കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ 7 പാപങ്ങളെ സംബന്ധിച്ചും 4 വലിയ പാപങ്ങളെ സംബന്ധിച്ച് 3 വലിയ പാപങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുന്ന ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ അവിടെ ഈ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അലാ വഖൗലസ്സൂർ ഔ ഷഹാദത്തുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ, കള്ളസാക്ഷ്യം വഹിക്കുക, പൊളിവർത്തമാനം പറയാ, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ഖൗലു സൂറാണ് കേട്ടോ, ഷഹാദത്ത് സൂറാണ് കേട്ടോ. വലിയ അപകടകരമായ ഒരു സംഗതിയാണ് എന്നുള്ള നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോ അവസാനം ഞങ്ങൾക്ക് തോന്നി റസൂൽ ഇതൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുവരെ ഞങ്ങൾക്ക് തോന്നിപ്പോകുന്ന വിധത്തിൽ അത്രമാത്രം ഒരുപാട് തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നാണ്. നമുക്കറിയാലോ, ഇന്ന് കോടതികളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, വാദിയും പ്രതിയും ഉണ്ടാകും. രണ്ടുപേർക്കും വാദിക്കുവാൻ, അതിന് സാക്ഷി നിൽക്കുവാനും ഒക്കെ ആളുകൾ മുന്നോട്ട് വരാറുണ്ട്. എന്തായിരുന്നാലും ഒരു ഭാഗത്ത് മിക്കവാറും കള്ളസാക്ഷികളായിരിക്കല്ലോ പിന്നെ രംഗത്ത് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. കള്ള കേസ് കൊടുക്കുക, ആ കേസിന് പിന്നെ കള്ള സാക്ഷികളെ ഹാജരാക്കുക, അതിനുവേണ്ടി വക്കീലന്മാരെ നിശ്ചയിച്ചുകൊണ്ട് കളവ് പറയുക, അങ്ങനെ നിരന്തരമായി വർഷങ്ങളോളം കാലങ്ങളോളം ആ കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്നാണ് ഈ ഹദീസും അതേപോലെ ഈ ഖുർആനിക വചനവും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. വലിയ തെറ്റായ ഒരു കാര്യമായിട്ടാണ് മനുഷ്യവധം പോലെ, ശിർക്ക് ചെയ്യുന്നത് പോലെ, സിഹിർ ചെയ്യുന്നത് പോലെ, മാതാപിതാക്കളോ അനുസരണക്കേട് കാണിക്കുന്നത് പോലെ ഒക്കെയുള്ള വലിയ ഒരു വൻ പാപമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കള്ള സാക്ഷി നിൽക്കുന്നതിനെ, ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് തന്റെ ബന്ധപ്പെട്ട ഒരാളെ ജയിക്കാൻ വേണ്ടിയിട്ട് കള്ള സാക്ഷി നിൽക്കുക. അയാൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സംഗതി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാഹ് അടുത്ത ആയത്തിലേക്ക് 151, 152, 153 ആയത്തുകളിൽ എന്താണ് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നത് എന്ന കാര്യം എണ്ണി പറയാണ് ചെയ്യുന്നത്. 10 കാര്യങ്ങളാണ് പറയുന്നത്. ആ 10 കാര്യങ്ങൾ ഈ 3 ആയത്തുകളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഏതൊരു യുക്തിവാദി ചോദിച്ചു എന്നാണ് കഴിഞ്ഞ ഒരു ദിവസം, നിങ്ങളുടെ ഈ ഖുർആനിൽ എന്തെങ്കിലും ഒരു നന്മ പറയാമുണ്ടോ എന്ന്. അപ്പൊ ഞാൻ ഒരു ചെറിയ വീഡിയോ കണ്ടപ്പോ അദ്ദേഹം 5 മിനിറ്റ് ഉണ്ടായതിൽ ഇതാ പിടിച്ചോ, 100 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഖുർആനിലെ 100 നന്മകൾ 5 മിനിറ്റിന്റെ ഇടയിൽ ഖുർആനിക ആയത്തുകളുടെ അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് അത് പിന്നെ അദ്ദേഹം 5 മിനിറ്റിനിടയിൽ 100 കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിച്ച ഒരു നല്ല വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ പരിശുദ്ധ ഖുർആനിൽ ഇവിടെ പല സംഗതികളും അവരുടെ ഇച്ഛക്കനുസരിച്ച്, അഹ്വാകൾക്കനുസരിച്ച്, തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് അനുവദനീയമാക്കുകയും ഹറാമാക്കുകയും ഒക്കെ ചെയ്യുന്ന ജനങ്ങളോട് അള്ളാഹു വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, അള്ളാഹു അവരെ കേൾപ്പിക്കുന്ന ഒരു കാര്യമാണ് 151 ആയത്തിലൂടെ ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതിയാവും. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുക്കും വഇയ്യാഹും വലാ തഖ്റബുൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബത്തൻ ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون
ഇത് മുഴുവനും പറഞ്ഞു പോകാനല്ല 3 ആയത്തുകൾ ഓതിയത്. ഈ 3 ആയത്തുകളിലായിട്ടാണ് ഈ 10 വിഷയങ്ങൾ പറഞ്ഞു കടന്നു വരുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പറയുക പ്രവാചകരെ, താലോ നിങ്ങൾ ഇങ്ങോട്ട് വരീ, അത്തുലു ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, തിലാവത്ത് നടത്താം, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. അത്തുലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് എന്താണ് ഹറാമാക്കിയത് എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓതിത്തരാം. ഓതിത്തരാം എന്ന് പറയുമ്പോ എവിടെങ്കിലും നോക്കി ഓതിക്കൊടുക്കണമല്ലോ, പറഞ്ഞു കൊടുക്കണമല്ലോ. ഖുർആനുണ്ട്, സുസല്ലാസനമൊക്കെ ഖുർആനുണ്ട്. അവരോട് ഇത് പറയുമ്പോ നിങ്ങൾ നേരത്തെ ഓതിയതാണ്, നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നേരത്തെയുള്ള വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് പരിചിതമായ കാര്യങ്ങളാണ്, ഏതൊരു മനുഷ്യനും അംഗീകരിക്കുന്ന സത്യങ്ങളാണ്. അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇതാ കൃത്യമായിട്ട് ഓതിത്തരുന്നത്. ഇത് കൃത്യമായിട്ടുള്ള വിഷയങ്ങളാണ്, ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ബോധ്യപ്പെടാവുന്ന സംഗതികളാണ് നിങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, ഓതിത്തരുന്നത്. എന്തൊക്കെയാണത്? 1, അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ, അവനോട് അഥവാ അള്ളാഹുവിനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. അള്ളാഹുവിനോട് ഒന്നുകൊണ്ടും നിങ്ങൾ പങ്കു ചേർക്കരുത്. അത് ഒന്നുകൊണ്ടും ശൈഅൻ എന്ന് പറയുമ്പോൾ, ഒന്നുകൊണ്ടും എന്ന് പറയുമ്പോൾ പല നിലക്കാണ് ആളുകൾ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നത്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത് പല നിലക്കാണ്. ആരാധനകളിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും നേർച്ച വഴിപാടുകൾ നടത്തുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യർ പല വിഭാഗങ്ങളാണ്, പല മതവിഭാഗങ്ങളാണ്, പല തരത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ശൈഅൻ, ഒന്നിനെയും യാതൊന്നും കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് ഒന്നാമതായി പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്? ആരെ സംബന്ധിച്ചാണ് പറയേണ്ടത്? തനിക്ക് ജന്മം നൽകിയ തന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചാണ് പിന്നെ പറയേണ്ടതല്ലേ? അതല്ല സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇവിടെ നേരത്തെ ഒന്നുകൂടി നിങ്ങൾ നോക്കണം, അത്ലുമാ ഹറമ റബ്ബുക്കും എന്നാണ് പറഞ്ഞത്. റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് പറഞ്ഞത് കറക്റ്റ്. എന്താ പറഞ്ഞത്? നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. രണ്ടാമത് എന്താ പറഞ്ഞത്? നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയേണ്ടിയിരുന്നത്? നിങ്ങൾ മാതാപിതാക്കൾക്ക് ദ്രോഹം ചെയ്യരുത് എന്നല്ല പറയേണ്ടിയിരുന്നത്. ഹറാമായ സംഗതി അതല്ലേ? മാതാപിതാക്കൾക്ക് ഉഖൂഖുൽ വാലിദൈൻ, അനുസരണക്കേട് കാണിക്കുക, ദ്രോഹം ചെയ്യുക, ഇതല്ലേ ഹറാമായ സംഗതി. പക്ഷെ അത് പറയുന്നതിന് പകരം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്ന് ഹറാമായ സംഗതികൾ മാതാപിതാക്കളോട് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, മാതാപിതാക്കളെ ദ്രോഹിക്കാതിരുന്നാൽ മാത്രം പോരാ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കാതിരുന്നാൽ മാത്രം പോരാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എങ്കിലേ ആ ഒരാളുടെ മാതാപിതാക്കളോടുള്ള കടമകൾ പൂർത്തിയാകുകയുള്ളൂ എന്നല്ല അതുകൊണ്ട് മനസ്സിലാകുന്നത്. അടുത്ത കണ്ടോ നിങ്ങൾ? 3-ാമത്തെ കാര്യം കണ്ടോ? വലാ തഖ്തുലൂ ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. അപ്പോ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ രണ്ടാമതായി അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്ന ഈ ഒരു വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചെറിയൊരു വിശദീകരണത്തിലേക്ക് ആവശ്യമെങ്കിൽ നമുക്ക് വരാവുന്നതാണ്. 3-ാമത്തെ സംഗതി വലാ തഖ്തുലൂ ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. മിൻ ഇംലാഖിൻ, ദാരിദ്ര്യം കാരണത്താൽ പട്ടിണിയായി പോകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. അത് നമ്മൾ പറഞ്ഞല്ലോ. അറബികളിൽ 2 തരത്തിലുള്ള കൊലയാണ് മക്കളെ സംബന്ധിച്ച്. സന്താനങ്ങളെ 2 വിധത്തിലാണ് അവർ കൊന്നിരുന്നത്. ഒന്ന്, പെൺകുട്ടികളെ അവരെ ജീവനോടെ
ഒന്ന് കുഴിച്ചു മൂടിയിരുന്നു, ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു, ഒന്ന് കുഴിച്ചു മൂടിയിരുന്നു. പെൺകുട്ടികൾ ജനിക്കുന്നത് അപമാനമായി കണ്ടുകൊണ്ട് അവരെ കൊന്നിരുന്നു. അതേപോലെ ആൺകുട്ടികളെയും കൊല്ലുന്ന സ്വഭാവം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പലപ്പോഴും ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ടും മറ്റുമൊക്കെ അങ്ങനെ കൊല്ലാറുണ്ടായിരുന്നു. നഹ്നു നർസുഖുക്കും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും, നർസുഖു നാമാണ് ഭക്ഷണം നൽകുന്നത്, അവർ നിങ്ങൾക്ക്, വഇയ്യാഹും അവർക്കും, ഇയ്യാഹും അവർക്കും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. ഒരുപക്ഷെ അവർ മുഖേന നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയേക്കാം. നിങ്ങൾ പട്ടിണിപ്പാവങ്ങളാണെങ്കിലും ആ മക്കൾ മുഖേന നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെട്ടേക്കാം. എന്തായിരുന്നാലും ഇംലാക്ക് അഥവാ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്. വേറെയും രൂപത്തിൽ ആ ആയത്ത് വന്നിട്ടുണ്ട്, വേറെ ഭാഗങ്ങളിൽ വന്ന വിഷയമാണ്, പറയാം ഇൻഷാ അല്ലാഹ്. നാലാമത്തത് വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്തൻ, നീചവൃത്തികളോട് നിങ്ങൾ അടുക്കരുത്. ലാ തഖ്റബു, നിങ്ങൾ അടുക്കരുത്. അൽ ഫവാഹിഷ, നീചമായ മ്ലേച്ഛമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, അതിനോട് നിങ്ങൾ അടുക്കരുത്. അവിടെ ചെന്നിരിക്കരുത് എന്നല്ല, അത് നിങ്ങൾ പ്രവർത്തിക്കരുത് എന്നല്ല, അതിലോട്ട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ് ആ നീചവൃത്തികളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്നും വിശദീകരണത്തിലേക്ക് കടന്നു വരാം. മാ ലഹറ മിൻഹാ വമാ ബത്തൻ, അത് പറഞ്ഞപ്പോ ചെറിയൊരു വിശദീകരണം കൂടെ നൽകുന്നുണ്ട്. അതിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും എല്ലാം തന്നെ പ്രകടമായ സംഗതികൾ, ആളുകളെല്ലാവരും ചെയ്യുന്ന വിഷയങ്ങൾ. വമാ ബത്തന, പരോക്ഷമായിട്ടുള്ള, സ്വകാര്യമായിട്ടുള്ള, ആന്തരികമായിട്ടുള്ള വിഷയങ്ങൾ. അത് ഏത് നിലക്കാണെങ്കിലും ബാഹിഷ്യത്തിനോട്, നീചമായ വൃത്തികളോട്, മ്ലേച്ഛമായ സംഗതികളോട് നിങ്ങൾ അടുക്കരുത്. അതാണ് നാലാമതായി പറയാനുള്ളത്. അഞ്ചാമതൊരു സംഗതിയും കൂടെ പറഞ്ഞിട്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നുണ്ട്. എന്താണത് അഞ്ചാമത്തെ സംഗതി? വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. വലാ തഖ്തുലുൻ നഫ്സ, ഒരാളെ, ഒരു ജീവനെ നിങ്ങൾ കൊല്ലരുത്. നഫ്സുൻ ജീവൻ, നഫ്സുൻ ശരീരം, നഫ്സുൻ ആത്മാവ്, നഫ്സുൻ മനസ്സ് എന്നൊക്കെ നമ്മൾ സന്ദർഭോചിതം പറയുന്ന, മനുഷ്യർ ഇന്നേ വരെ പിടുത്തം കിട്ടാത്ത ഒരു വാക്കാണല്ലോ നഫ്സുൻ എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഇവിടെ ഒരു ജീവനെ നിങ്ങൾ കൊല്ലരുത്. അത് നമ്മളിപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരം വെട്ടിക്കൊല്ലും, ആളുകളുടെ മാനസികമായി പ്രയാസപ്പെടുത്തിക്കൊല്ലും, അതേപോലെ അവന്റെ മാനസികമായി തകർത്തു കളയും, ജീവശവങ്ങളാക്കി മാറ്റും. ഇങ്ങനെ പല നിലക്കുള്ള കൊലകളുണ്ട്. ഏതായിരുന്നാലും ഒന്നാമത്തെ അർത്ഥത്തിൽ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്നതാണെങ്കിൽ, ഏതു നിലക്കുള്ള കൊലയാണെങ്കിലും, അതുകൊണ്ടാണ് നഫ്സുൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, വിശദീകരിക്കേണ്ട സംഗതിയാണ്. അല്ലത്തി ഹറമല്ലാഹു, അള്ളാഹു പരിപാവനമാക്കിയ. ആ ഹറമന്റെ അർത്ഥം എന്താണ്? ആദരണീയമാക്കി എന്നാണ്. എങ്ങനെ ആദരണീയമാക്കിയത്? കൊല്ലാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല എന്നർത്ഥത്തിൽ ഒരു സംഗതിയെ മാറ്റിവെക്കുമ്പോ അത് പരിപാവനമായതായല്ലോ. മസ്ജിദുൽ ഹറാം എന്ന് പറയുമ്പോ കഅബയുടെ ചുറ്റുമുള്ള ആ പള്ളി പരിപാവനമാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പള്ളിയിൽ ഒന്നിനും ആക്രമിച്ചുകൂടാ, ശണ്ട കൂടിക്കൂടാ, കച്ചറ ഉണ്ടാക്കിക്കൂടാ, ഒരു പ്രശ്നവും ഉണ്ടായിക്കൂടാ, എല്ലാവരും ശാന്തമായിരിക്കണം. അതാണല്ലോ മസ്ജിദുൽ ഹറാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവിടെ അള്ളാഹു ഹറാമാക്കിയ എന്ന് പറയുമ്പോ പരിപാവനമാക്കിയ എന്നാണ് അതിനർത്ഥം. കൊല്ലൽ പരിപാവനം പാടില്ല എന്ന് വെച്ചിരിക്കുന്നു, അഭിമാനത്തിന് ക്ഷണം വരുത്തിക്കൂടാ എന്ന് നിയമം വെച്ചിരിക്കുന്നു, രക്തം ചിന്തിക്കൂടാ എന്ന് നിയമം വെച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ പരിപാവനമാക്കിയ ഒരു ജീവനെ ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരമല്ലാതെ നിങ്ങൾ ഹനിച്ചു കളയരുത്. ന്യായം ഉണ്ടെങ്കിൽ കൊല്ലാം. അത് ആരൊക്കെയാണ് ന്യായം? അങ്ങനെ കൊല്ലാനുള്ള അവകാശമുള്ളത് ആർക്കാ കൊടുത്തത്? ഭരണാധികാരികൾക്കാണ്. അതേപോലെ അവർ നിശ്ചയിക്കുന്ന ആളുകൾക്കാണ്. അങ്ങനെ
അനുവാദം ന്യായം ഉണ്ടാകുന്ന സമയങ്ങളിൽ ന്യായപ്രകാരം വധിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് ആ ന്യായപ്രകാരം വധിക്കാനുള്ള പകരത്തിന് പകരമായി ഒരാളെ കൊന്നാൽ പകരം കൊല്ലാം, പക്ഷെ അത് ന്യായപ്രകാരമായിരിക്കണം. അതിനുള്ള ആ ന്യായ കോടതിയിൽ നിന്നുള്ള വിധിയുടെ ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആരാണ് അതിന് ചെയ്യേണ്ടത്? അധികാരപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ആ രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ആ കാര്യം പ്രത്യേകം 5-ാമത്തെ വിഷയത്തിൽ എടുത്തു പറയുകയും ചെയ്തു. ഒരു ജീവനെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു വിശദീകരണം കൂടെ നൽകി. നേരത്തെ ഫാഹിഷത്തിനോട് അടുക്കരുത് എന്ന് പറഞ്ഞപ്പോ ചെറിയ വിശദീകരണം നൽകി. അതേപോലെ മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോഴും ചെറിയ ഒരു വിശദീകരണം അവിടെ നൽകി. നമ്മൾ കണ്ട ഒരു സംഗതി, ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അതെന്താ? പടച്ചവനോട് ശിർക്ക് ചെയ്യരുത് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ആചരിക്കേണ്ടത്. നിങ്ങളുടെ എല്ലാ ബാക്കിയുള്ള സംഗതികളൊക്കെ ഏതെങ്കിലും നിലയ്ക്ക് പരിഹരിക്കപ്പെട്ടാലും പാശ്ചാത്താപത്തിലൂടെയും തൗബയിലൂടെയും ഒക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചാലും ഇത് വളരെ അപകടം പിടിച്ചൊരു സംഗതിയാ. നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മറ്റെല്ലാ അമലുകളും പൊളിഞ്ഞുപോയി. ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധ പാലിക്കുന്നുണ്ട്, മക്കളുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ വിഷയത്തിൽ, അതേപോലെ എല്ലാ കാര്യങ്ങളിലും വളരെയേറെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അള്ളാഹുവിനോടുള്ള ആ ബാധ്യത നിർവഹിക്കുന്നിടത്ത് ഒരു ചെറിയ അണുമണി പടച്ചോനല്ലാത്തവരോടുള്ള പ്രാർത്ഥന, പടച്ചോനല്ലാത്തവർക്കുള്ള ആരാധനാകർമ്മങ്ങൾ, പടച്ചവനല്ലാത്തവർക്കുള്ള നേർച്ച വഴിപാടുകൾ, അതേപോലെയുള്ള ആരാധനയുടെ ഇനത്തിൽപ്പെടുന്ന ഏത് സംഗതികളും ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ അപകടമാണ്. രണ്ടാമത്തത് എന്താണ്? അള്ളാഹുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പല സ്ഥലങ്ങളിൽ അള്ളാഹു മാതാപിതാക്കളെയാണ് അതിനോട് കൂടെ ചേർത്തി പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ് അവിടെയും പറഞ്ഞത്. അള്ളാഹുവിനോടുള്ള ബാധ്യത, മാതാപിതാക്കളോടുള്ള ബാധ്യത എന്നുള്ള നിലക്കാണ് നമ്മളെ അള്ളാഹു കേൾപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തത്, അത് കഴിഞ്ഞ് മാതാപിതാക്കളുടെ കാര്യം കഴിഞ്ഞപ്പോ പിന്നെ ആരുടെ കാര്യമാണ് പറഞ്ഞത്? പിന്നെ നമ്മുടെ മക്കളെ കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്, അങ്ങനെ നോക്കേണ്ടത്, അങ്ങനെയാണ് നമ്മുടെ ബന്ധം ഉണ്ടാകേണ്ടത്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ആരോടാണ്? അള്ളാഹുവിനോട്. പിന്നെ നമുക്കുണ്ടാകേണ്ട ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബന്ധം ആരോടാണ്? നമ്മുടെ മാതാപിതാക്കളുമായിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം കടന്നു വരുന്നത് എന്നല്ലേ ഇതുകൊണ്ട് മനസ്സിലാക്കുന്ന. അള്ളാഹു നമ്മെ അതിന് ഉണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ രണ്ട് സംഗതികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഫാഹിഷത്തിനോട് നിങ്ങൾ അടുക്കരുത്. പിന്നെ അഞ്ചാമതായി നിങ്ങൾ ഒരു മനുഷ്യനെ, ഒരു ജീവനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ, കൊല്ലുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്, കൊല്ലരുത്. അത് വലിയൊരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ അഖില് കൊടുക്കുന്നതിന്, ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ അള്ളാഹു നൽകുകയാണ്. അടുത്ത ആയത്തിന്റെ അവസാനം എന്താണ്? ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾ മറന്നു പോകുന്ന സംഗതികളാണ്. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ ഈ 5 സംഗതികൾ നിങ്ങൾക്ക് ഒരുപാട് ആലോചിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അത്തരം ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് കേട്ടോ ഈ 5 എണ്ണം. അടുത്തതിൽ പറഞ്ഞ 4 സംഗതികൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഇതെന്താണെന്ന് അടുത്ത ക്ലാസ് പറയും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഓർമ്മിക്കാനും നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അള്ളാഹു നൽകുന്ന ഉപദേശമാണ്. 10ാമതൊരു സംഗതി 153ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ തഖ്വ പാലിച്ചുകൊണ്ട്, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശ നിർദ്ദേശം എന്നുള്ള നിലക്കാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് എന്നാണ് 153ാമത്തെ ആയത്തിൽ 10ാമതായിട്ടുള്ള ഒരു സംഗതി അള്ളാഹു പറഞ്ഞിട്ട് നമ്മൾ അവിടെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് ഇപ്പോ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ പോകാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.